ഇന്ന് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഹരിയാലി ചിക്കൻ. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയുമാണ്. ഇത് ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും എന്നും ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ആദ്യം 2 ചെറിയ സവാള എടുത്ത് നീളത്തിലരിഞ്ഞ് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഈ കറി ചേർക്കുന്ന ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഇച്ചിരി കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നത് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഉള്ളിയൊക്കെ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, കൂടുതൽ കരിഞ്ഞു പോകരുത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ. ഇനി ഇതിൻ്റെ ഗ്രേവിക്കായിട്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും, ഇനി ഒരു 3-4 പച്ചമുളക്, 6-7 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പിടി കാഷ്യൂ നട്ട്സ്, ഒരു 10 എണ്ണം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ കൂടിയിട്ട് നമുക്കിതിനെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച ശേഷം അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്ക ചതച്ചതും 2-3 ഗ്രാമ്പൂവും കൂടി ചേർത്ത് പിന്നെ ഒരു ബേ ലീഫും കൂടി ഇടാം. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്കിട്ട് മിക്സി കഴുകി അല്പം വെള്ളം കൂടി ഒഴിക്കാം. അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇനി മസാലകൾ നമുക്കിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയിൽ ചെറുതായി എണ്ണ തെളിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് കട്ടയുടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി ഇതുപോലെ എണ്ണ തെളിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും ഗ്രേവി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഗ്രേവി നോക്കിയാൽ നല്ല ഗ്രീൻ കളറാണ്, അതുകൊണ്ടാണ് ഇതിന് ഹരിയാലി ചിക്കൻ എന്ന പേര് വന്നത്. ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇപ്പം ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഇതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഹരിയാലി ചിക്കൻ സെർവ് ചെയ്യാൻ റെഡിയായി. ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ വൈറ്റ് റൈസിന്റെ കൂടെയോ എന്തിന്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പൊ എങ്ങനെയാ, നാളത്തെ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലേ? ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ? അധികം മസാലകളും ഇല്ല, ടേസ്റ്റ് ആണെങ്കിലും സൂപ്പറാണ്. ഇതെന്ന് നോക്കിയാൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും.